എല്ലാവർക്കും നമസ്കാരം. ജിൻഡോയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു വന്നതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് വരും, വളിയനെ ജയിപ്പിക്കാൻ വേണ്ടി PR എടുത്താണ്. അത് എന്ത് തേങ്ങയെങ്കിലും പറഞ്ഞു പോട്ടെ, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ പുള്ളിക്കാരൻ നല്ലപോലെ ആറാം തമ്പുരാനെ കുറിച്ചൊക്കെ പുള്ളിക്കാരൻ വാചാലനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപൂർവമായിട്ട് അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. വാക്കുകൾ കൊണ്ട് അമ്മാനാടാനുള്ള ഒരു കഴിവ് നമ്മുടെ ജിൻഡോയ്ക്കില്ല. പക്ഷേ ഇത് മനസ്സിൽ ആലോചിച്ചെടുത്ത് പറഞ്ഞാണ്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന പോലെ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ റാങ്കിൻ ടാസ്കിലൊന്നും അങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനും ആടിയിലൊന്നും ഉണ്ടാകാതെ നിൽക്കരുത്. ഞാനിവിടെ ഇതുവരെ പിന്നെ തെറി പറഞ്ഞിട്ടില്ല, ഞാൻ പിന്നെ നന്നായിട്ടാണ് നിൽക്കുന്നത്, ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ. പുള്ളിക്ക് അധികം വർത്താനം പറയാനുള്ള ഒരു കഴിവില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിന്റെ ഒരു ചരിത്രത്തിൽ എന്ന് പറയാൻ തന്നെയുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം വ്യക്തിഹത്യയും ഇത്രയധികം അപമാനവും ഇത്രയധികം തൊടാൻ തീണ്ടാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് മാറ്റി നിർത്തിയ ഒരു മത്സരാർത്ഥിയെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. കാരണം തുടക്കം തൊട്ട് നോക്കാൻ അവരൊരു മണ്ടൻ പട്ടം അങ്ങോട്ട് ചാർത്തി കൊടുത്തായിരുന്നു. മണ്ടൻ എന്നൊരു പട്ടം അങ്ങ് ചാർത്തി ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഒരു പ്രാവശ്യം ഗബ്രി ആണെങ്കിൽ ഗബ്രിയുടെ ശരീരം കണ്ടിട്ട് സ്ത്രീകളുടെ പോലെയാണെന്ന് പറഞ്ഞ് ടച്ച് ചെയ്തു. അത് ബാഡ് ടച്ചാന്ന് പറഞ്ഞ് ഒരു മോശക്കാരനാക്കാൻ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനൊന്ന് ശ്രമം ഗബ്രി നടത്തി നോക്കി. പിന്നെ എന്തോ അത് പരാജയപ്പെട്ടു. പിന്നെ അടുത്താണ് എന്താണ് നിലപാടില്ലാത്തവൻ, ഉളുപ്പില്ലാത്തവൻ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് കിളവൻ. ഇങ്ങനെ ഒന്നിലധികം ഒത്തിരി ഇരട്ടപ്പേരുകൾ സമ്മാനിച്ചു. പിന്നെ കരിഞ്ഞ മത്സ്യകന്യകൻ, ഞാൻ എല്ലാവരും ഓർക്കുന്നില്ല. കരിഞ്ഞ മത്സ്യകന്യകൻ, പിന്നെ കാക്കാന്ന് വിളിക്കുന്ന പോട്ടെ, പിന്നെ ഇക്ക എന്നുള്ള അർത്ഥമാണെന്ന് ഓർക്കുക. എന്നാലും ആ ജിൻഡോ കാക്ക എന്നുള്ള ആ വിളിയിൽ എന്തോ ഒരു അരോചകവും പോലെയുണ്ട്. ആ ജാസ്മിൻ്റെ അമ്മ പോലും ഉപദേശിച്ചു, നീ ഇനി കാക്ക വിളിക്കേണ്ടത്. ആ കാക്ക വിളി എന്തോ ആർക്കും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാക്ക വിളിയാണ്. എന്തോ ഒരാക്കി വിളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ജിൻഡോ കാക്ക എന്നുള്ള ആ വിളിയെ. പിന്നെ അങ്ങനെ മണ്ടനും കിളവനും കരിഞ്ഞ മത്സ്യകന്യനും നിലപാടില്ലാത്തവനും ഉളുപ്പില്ലാത്തവനും കുരങ്ങനും ഇങ്ങനെ കുറേ അധികം വ്യക്തിത്വം. അതിനോടൊപ്പം തന്നെ എന്താണ് ശരീരത്തിൽ ഒരു പ്രാവശ്യം ആ ടാസ്കിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുന്ന ആ ഒരു സംഭവം ഗബ്രിക്ക് കൊടുത്തപ്പോൾ ഗബ്രി പറഞ്ഞു ഓർക്കുന്നുണ്ടോ, എൻ്റെ ശരീരത്തിൽ തൊടരുത് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ജിൻഡോ തൊടുന്നത് ഒരു അറപ്പാന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഋഷി എടീന്ന് വിളിച്ചെന്നും പറഞ്ഞ് വരെയും പ്രശ്നം ഉണ്ടാക്കി ലാലേട്ടൻ വരെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മനുഷ്യനെ കിടന്ന് വായി തോന്നിയത് മുഴുവൻ പറഞ്ഞാലും ഒരാളും ചോദ്യം ചെയ്തില്ല. ഒരു ചിറ്റമ്മ നയം തന്നെയാണ് ബിഗ് ബോസ് ജിൻഡോട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും സംസാരത്തിൻ്റെ ഇടയിൽ ജിൻഡോ കണ്ണൊന്നും അറിയാതെ ഒന്ന് അടച്ചുപോയി. അപ്പം തന്നെ പട്ടി കുറച്ചു, ജസ്റ്റ് ഒന്ന് അടച്ചതേ പട്ടി കുറച്ചു. അല്ലാത്തവരോടൊന്നും ഇത്രയും ചെയ്യുന്നില്ലെന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി. ജിൻഡോയോട് ബി ഒരു ചിറ്റമ്മ നയം തന്നെ തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ മറ്റു പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ജിൻഡോ എന്ന വ്യക്തിയെ നിങ്ങൾ ആലോചിച്ചേ, പുറത്തുള്ള ഒരു കാര്യവും ആ മനുഷ്യനെ അറിയില്ല. പുറത്തുനിന്ന് പോയിട്ട് അങ്ങേർക്ക് പുറത്തുനിന്ന് ന്യൂസ് കിട്ടാൻ ഒരു മാർഗവും ഇതുവരെ ആ ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടില്ല. വൈൽഡ് കാർഡായിട്ട് പോയവർ പോലും അങ്ങേരോട് കണക്ഷൻ ഇല്ല. അങ്ങേരോട് ഇപ്പോൾ സായിയൊക്കെ ആണെങ്കിലും അങ്ങേരോട് കൂട്ടില്ല. അതുകൊണ്ട് അങ്ങേർക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ മറിച്ച് ജാസ്മിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയാൽ ആദ്യകാലത്ത് വാപ്പ വിളിക്കുന്നു, പിന്നീട് സായി ചെന്ന് എല്ലാ വിവരവും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഫാമിലി ടാസ്കിൽ ചെന്നിട്ടോ നമ്മൾ പറയുമ്പോൾ അവർ അച്ഛൻ്റെ അമ്മയുടെ ടെൻഷനെ കൊണ്ട് ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും കാര്യങ്ങൾ മാല ഉരിമാടിച്ചു, ഫോട്ടോ എടുത്തുകൊണ്ട് പോന്നു എന്നൊക്കെ പറയും. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കളി നീ ഇതുവരെ കളിച്ചു വന്ന കളിയല്ല, ശരിയല്ല, നീ മാറ്റി പിടിച്ചോ, നിനക്ക് നെഗറ്റീവാണ് പുറത്ത് എന്ന് തന്നെയുള്ള മെസ്സേജ് ആ കൊടുത്തേച്ച് പോന്നേ. കാരണം മാല ഉരിമേടിച്ചതും ഫോട്ടോ ഇട്ട് നീ ഇനി ഒറ്റയ്ക്ക് കളിച്ചാൽ മതി, ഒറ്റയ്ക്ക് വന്നല്ലേ എന്നാണ് ജാസ്മിൻ്റെ ബാപ്പ അവിടെ ചോദിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ജാസ്മിൻ്റെ സംഭവം മനസ്സിലായി, ഇനി ഈ കളി നെഗറ്റീവാണ്, അതുകൊണ്ട് പോകണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കി. ജാസ്മിൻ കളി മാറ്റി പിടിച്ചപ്പോൾ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അവിടെ നല്ല ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഇറങ്ങുന്നുണ്ട്. അല്ലെ എൻ്റെ ഗബ്രി, നിന്നെ എന്താടാ, നിനക്ക് എന്തിൻ്റെ കേടാടാ ചപ്രി ഗബ്രി എന്ന് പറഞ്ഞ് മുഴുവൻ നേരം കരച്ചിലോ ഒന്നുമില്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ജാസ്മിൻ്റെ ഓരോ അവസ്ഥയിൽ ജാസ്മിന് പുറത്തുനിന്ന് മെസ്സേജ് കൊടുത്ത് പോസിറ്റീവാക്കി കൊണ്ടുപോകുന്നുണ്ട്. പുറത്ത് ജാസ്മിൻ്റെ ആർമിക്കാരാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരാ. എന്തെങ്കിലും പറയുന്ന യൂട്യൂബേഴ്സിനെ അവരെ അടിച്ചമർത്തി വാടപ്പിക്കാൻ അവർ മാക്സിമം 100% അവരിടുന്നുണ്ട്. വാടപ്പിക്കാൻ ജാസ്മിനെ പറ്റി വീഡിയോ കുറയ്ക്കാൻ വേണ്ടി, വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം നോക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് വന്ന ഒരു കമന്റ്, നിങ്ങൾക്കൊക്കെ തൊഴിലുറപ്പിന് പൊക്കൂടെയെന്ന്. ഞാനൊക്കെ അത് ആദ്യം കേൾക്കാം, നിങ്ങൾക്കൊക്കെ തൊഴിലുറപ്പിന് പൊക്കൂടെ, ഇതാണ് ചോദിച്ചത്. ജാസ്മിൻ്റെ ആർമിക്കാർ ചോദിക്കുന്ന, നിങ്ങൾക്ക് എപ്പോഴും കേൾക്കുന്ന വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പൊക്കൂടെ, പിന്നെ ജാസ്മിനെക്കാട്ടും ഒത്തിരി പ്രായമായല്ലോ, അപ്പം നിങ്ങൾക്ക് അവളെ പറയാൻ നാണമില്ലേ, പിന്നെന്താണ്, ജാസ്മിനെ കണ്ട വളരെ സുന്ദരിയാണ്, ഈ യൂട്യൂബറെ കണ്ട കുരങ്ങ് പോലെ ഇരിക്കുന്നത്,
എന്തെല്ലാം പറയുമെന്നറിയാം, നമ്മൾ എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ പോകണം, അതിനു വേണ്ടിയുള്ളതാണ്. അത്ര അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അവരുടെ PR ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ. നിങ്ങൾ നേരെ തിരിച്ചു നോക്കിയാൽ ജിൻഡോയ്ക്ക് വേണ്ടി ഒരു വാക്ക് നമ്മളൊന്ന് പറഞ്ഞ അപ്പം തന്നെ ജിൻഡോയുടെ ആർമിയാന്ന് പറയും, അല്ല ജിൻഡോയുടെ PR ആന്ന് പറയും. ഇതൊക്കെ ഉണ്ടോയെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യന്. ഇതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ജിൻഡോ അവിടെ നിൽക്കുന്ന കണ്ട് ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന കണ്ട് സാധാ പ്രേക്ഷകർ ജിൻഡോയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ല ജിൻഡോയ്ക്ക് ആരും കൂട്ടില്ല. ഇപ്പം കിളവാന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങോട്ട് കയറിപ്പോയ നന്ദന വൈൽഡ് കാർഡായിട്ട് ജാസ്മിനെ പുറത്താക്കുമെന്ന് പറഞ്ഞ് കയറിപ്പോയ നന്ദന ഇപ്പം നേരെ തിരിച്ച് ജിൻഡോയ്ക്കിട്ടാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് ഫുഡ് കൊടുക്കാതെയും ജിൻഡോയെ കിളവാന്ന് വിളിച്ചും എല്ലാ കൊച്ചു നേരെ തിരിച്ചാണ് ആ കൊച്ചു ചെയ്യുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും അവിടെയുള്ള മത്സരാർത്ഥികൾ ജിൻഡോ അവിടെ ഒറ്റപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതാണെന്ന് പറഞ്ഞ് ആദ്യകാലത്ത് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഓർത്തിരുന്നു. കാരണം രജിസാറിനെയൊക്കെ പോലെ ഇങ്ങനെ ഒറ്റപ്പെടൽ തന്ത്രമാണോ ജിൻഡോ പ്രയോഗിക്കുന്ന ആദ്യത്തെ 1-2 ആഴ്ച ഞാനും ഓർത്തിട്ടുണ്ട്. പക്ഷെ പോകെ എനിക്ക് മനസ്സിലായത് ജിൻഡോ അവിടെ ഒറ്റപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇവർക്ക് കൂടെയുള്ള മത്സരാർത്ഥികൾക്ക് തന്നെയാണ് ജിൻഡോയെ ഇഷ്ടമില്ലാത്തത്, വേറൊന്നുമല്ല. ജിൻഡോയെ അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നോക്കുവാണ്. ഇപ്പം ലാസ്റ്റ് 65-ാം ദിവസം ഫാമിലി ടാസ്ക് വരേണ്ട കാര്യമില്ല, 85-ാം ദിവസമൊക്കെയാണ് വരുന്നത്. ഇപ്പം ഈ 65-ാം ദിവസം വന്ന് 1 മാസത്തിലേറെ മിച്ചം നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഫാമിലി എന്നിട്ട് അവർക്ക് കളി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ റസ്മിൻ്റെ അനിയൻ വന്നിട്ട് ജിൻഡോയെ ഞങ്ങൾക്ക് കാണണ്ടേ, ഞങ്ങൾക്ക് ഏറ്റവും അധികം ജിൻഡോയെ ഇഷ്ടം. അതൊരു ഹിൻ്റായിരുന്നു. അത് റസ്മിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല പോയി. പക്ഷെ അവരത് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോയെയാണ് പുറത്ത് ജനങ്ങൾക്ക് ഇഷ്ടം, നീ ജിൻഡോയുടെ മെക്കിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നാൽ നിന്നോട് ജനങ്ങൾക്ക് വെറുപ്പാവും, ഇതാണ് അവർ കൊടുത്ത മെസ്സേജ്. പക്ഷെ റസ്മിന് ഒരു അത്യാവശ്യമായിട്ട് പോലും റസ്മിന് അത് മനസ്സിലായതായിട്ട് തോന്നില്ല. റസ്മിന് എനിക്കങ്ങോട്ട് പൊളിഞ്ഞു കയറി എൻ്റെ അനിയൻ്റെ വർത്താനം കേട്ടപ്പോഴെന്നാണ് റസ്മിൻ പറഞ്ഞത്. റസ്മിന് അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല പോയെന്ന് എനിക്ക് തോന്നുന്നു. അവർ റസ്മിനോട് ഒരു ഹിൻഡ് കൊടുത്തൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ചെയ്ത്, നീ ഇങ്ങനെ ജിൻഡോയോട് എപ്പോഴും മെക്കിട്ട് കയറിയിരുന്നു, അത് റസ്മിന് മനസ്സിലായില്ല. അപ്പോൾ ടോട്ടലി എല്ലാ ഫാമിലി ആൾക്കാരും ആവശ്യത്തിലേറെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അപ്സരയുടെയോ ആരാണ്ടൊക്കെ അച്ഛനും അല്ലെ അവരെ ഭർത്താവൊക്കെ വന്ന് എല്ലാവരും തന്നെ ജിൻഡോയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം ജിൻഡോയ്ക്കാണ് പുറത്ത് ഇമേജ് എന്നൊന്ന് മനസ്സിലാക്കി അവർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. എന്നാലും ആ ഒരു മത്സരാർത്ഥികൾക്കും അതൊന്നും പിടികിട്ടിയതായിട്ട് അറിയില്ല. നന്ദനെ അവിടെ കാട്ടിക്കൂട്ടുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാകും, നന്ദനയ്ക്കൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല. വീണ്ടും കളവാന്നൊക്കെ വിളിച്ച് പുറകെ നടക്കുന്നുണ്ട്. അപ്പം ടോട്ടലി പറഞ്ഞാൽ ഇതാണ്, ഈ ജിൻഡോ പുറത്തുള്ള ഒരു കാര്യവും ഇതുവരെ അറിയാതെ നിന്ന ഒരു മത്സരാർത്ഥിയാണ്. അതൊരു വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ജാസ്മിനൊക്കെ ജയിച്ച് കപ്പ് മേടിയാലും ജാസ്മിന് അതിനുള്ള അർഹതയുണ്ടോ? കാരണം എത്ര വട്ടമാണ് ജാസ്മിനെ പുറത്തുള്ള കാര്യം അറിയിച്ചത്. അത്താ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സായി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇവരുടെ പുറത്തുള്ളവർ പറഞ്ഞു, പിന്നെ മറ്റാർക്കും കൊടുക്കാത്ത ഒരു ടെഡി ബെയറിനെ കൊണ്ട് കൂടെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുക. അതായത് മാനസികമായിട്ടൊരു സപ്പോർട്ട് അവിടെ നിൽക്കണമെങ്കിൽ, കാരണം ആ കൊച്ചിന് കിടക്കണമെങ്കിൽ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ശീലിച്ചായതുകൊണ്ട് ആ ഒരു പാവയും കൂടെ അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ബിഗ് ബോസ് ചെയ്യാറില്ല. കാരണം നമ്മുടെ ശീലങ്ങൾ എന്താണോ അതിനെ മാറ്റി നിർത്തി നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ആ ഷോയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ഫോണും നെറ്റും സോഷ്യൽ മീഡിയ കണക്ഷൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തവരാണ് സെലിബ്രിറ്റീസ്. അവരെ അങ്ങനെ നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആ ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ അതൊന്നും അല്ലാതെ ജാസ്മിൻ്റെ ഇഷ്ടം എന്താണോ അത് നോക്കിയാണ് ഇപ്പോൾ ബിഗ് ബോസ് നിൽക്കുന്നത്, പാവയൊക്കെ കൊടുത്ത് സുഖമായിട്ട്. അപ്പം ജാസ്മിന് കളിക്കേണ്ടത് എങ്ങനെ, ഇനി നാളെ തൊട്ട് നീ എങ്ങനെ കളിക്കണമെന്ന് വരെ ജാസ്മിൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്ത പോലെയാണ് കഥ പോയിരിക്കുന്നത്. ഇതൊന്നും കിട്ടാത്ത ഒരാളാണ് ജിൻഡോ എന്ന് പറയുന്നത്. ജിൻഡോയോട് ബീബിക്കാണ് ചിറ്റമനയം. ഇനിയിപ്പോൾ ഫിസിക്കൽ ടാസ്ക് അതെന്തെങ്കിലും വന്നാൽ ജിൻഡോയ്ക്ക് ജയിക്കാന്ന് നോക്കാം. നന്ദന ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ടാസ്കിൽ ആ ക്യാപ്റ്റൻ ആദ്യമേ തന്നെ ജിൻഡോയുടെ കാല് പുറത്തായിരുമ്പോൾ ജിൻഡോയെ ഔട്ടാക്കി. അവിടെ തന്നെ പാർഷ്വാലിറ്റിയാണ് നന്ദന കാണിച്ചത്. ഇനി വരുന്ന ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ജിൻഡോയ്ക്ക് സാധിക്കും. പക്ഷെ എന്തുകൊണ്ടോ ബീബി അതൊന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങുമെന്ന് ഓർക്കാം. പിന്നെ റാങ്കിങ് ടാസ്ക് അതിലൊക്കെ മികച്ച് നിൽക്കാൻ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ അറിയാവുന്നവർക്ക് പറ്റും. അതിലാരാണ് മികച്ച് നിൽക്കുക? തീർച്ചയായിട്ടും ജാസ്മിന് സിജോ അങ്ങനെയുള്ളവരൊക്കെ മികച്ച് നിൽക്കുള്ളൂ. കാരണം അവർക്കാണ്, സിജോ ഒക്കെ യൂട്യൂബറാണ്, ജാസ്മിൻ യൂട്യൂബറാണ്, അവർക്ക് വാക്കുകൾ കൊണ്ട് നല്ലപോലെ അമ്മാനാണ് അറിയാവുന്ന തെളിയിച്ചവരാണ്. അവർ നല്ലപോലെ സംസാരിച്ച് മുന്നേ ജിൻഡോ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ആകെ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തിനുള്ളിൽ എന്തെല്ലാം ഇവരെല്ലാം കൊണ്ട് ഹിൻഡ് കൊടുത്ത് എന്തെല്ലാം ഇത് ചെയ്താൽ എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് വെച്ച് എനിക്ക് മനസ്സിലായത് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ജിൻഡോയെ താല്പര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവർക്ക് ഇഷ്ടമുണ്ട്, അവരതൊരു പാവം എന്നുള്ള രീതിയിലും ഒരു സാധാരണക്കാരനായ ഒരു നിഷ്കളങ്കനായ ഒരു ഗ്രാമപ്രദേശക്കാരൻ മകൻ, ഒരു സാധാ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ഒരു സാധാരണക്കാർക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളതായിട്ടുണ്ട്. അല്ലാതെ PR കമൻ്റ് ഇടുന്ന പോലെ വളിയനെയാണ്, ബുദ്ധിയില്ലാത്തവനെ, മണ്ടനെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്യുക, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യകാലത്ത് പുള്ളി ഒറ്റപ്പെടൽ തന്ത്രം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് അത് അങ്ങനെയല്ല, ഇവർ തന്നെ ഒറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇപ്പോൾ ജിൻഡോയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം വ്യക്തിഹത്യ നേരിട്ടതും പാഷ്വാലിറ്റി ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്നും പാഷ്വാലിറ്റി വേറൊരുത്തെ നേരിടുന്നുണ്ട്, ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് നേരിടുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. കപ്പിന് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും യോഗ്യൻ ജിൻഡോ തന്നെയാണെന്ന് എനിക്ക്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ഇനി അടുത്ത ഒരു മാസം കിടക്കുന്നു, അതിനുള്ളിൽ ആർക്ക് വേണേലും സിജോയ്ക്കും ഒക്കെ വേണേൽ കയറി വരാം, അഭിഷേക് സിജോ ഒക്കെ കയറി വരാം. പക്ഷെ അവരാരും ഈ പറയുന്ന പോലെ വലിയ മല മറിക്കുന്നതായിട്ടൊന്നുമില്ല. സിജോയുടെ ഡാൻസ് ഒക്കെ ഇന്നലെ കൊള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ സിജോ, അഭിഷേക്, സായി, നന്ദന മുഴുവൻ മാറിയെന്ന് പരദൂഷണമാണ് പറയുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സാബു വന്നപ്പോൾ ഒരു നാരങ്ങ വെള്ളം ജിൻഡോയ്ക്ക് കൊടുത്തൊരു സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ശരിക്കും അവിടെ ആ ടാസ്ക് ചെയ്ത് മരിച്ചു കിടന്ന ടാസ്ക് ചെയ്യുന്ന കണ്ടിട്ട് സാബുവിന് സഹതാപം തോന്നിയിട്ട് സാബുവിന് കിട്ടിയ ഒരു നാരങ്ങ വെള്ളം ജിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ പണിയെടുക്കുന്ന, ടാസ്കിന് വേണ്ടി പണിയെടുക്കുന്നതും എല്ലാം ജിൻഡോ തന്നെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.